കൊള്ളുപയർ അത് നന്നായിട്ട് വറുക്കണേ, കരിഞ്ഞു പോകരുത്. ഇതാ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണേ, കളർ ഒന്ന് ചേഞ്ച് ആകട്ടെ കേട്ടോ. പിന്നെ ഉഴുന്ന് പരിപ്പെടുത്തു, അത് നന്നായിട്ട് വറുക്കണേ. എണ്ണ ഒന്നും വേണ്ട കേട്ടോ, എണ്ണ ഇടാണ്ട് വറുത്തെടുക്കണേ. ഈ കളർ ചേഞ്ചായി ഉഴുന്ന് പരിപ്പ്. പിന്നെ കടലപ്പരിപ്പ് എടുത്തു, കടലപ്പരിപ്പം നന്നായിട്ട് വറുക്കണേ, അതൊന്നും തേഞ്ച് പോകരുത്. പിന്നെ കറുത്ത എണ്ണ എടുത്തിട്ടുണ്ട്, അത് കറിഞ്ഞു പോകരുത്. പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് ഒരു 10-15 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് ചേർക്കാം കേട്ടോ. പിന്നെ അത് നെടി വരാനിരിക്കാൻ വേണ്ടി സ്വല്പം ഉപ്പിട്ടു, അത് നന്നായിട്ട് വറുക്കണേ. കായപ്പൊടി, അതോടൊപ്പം കായപ്പൊടി സ്വല്പം ഇട്ടു. മിക്സിയിലെ ആദ്യം വറ്റൽമുളക് ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതോടൊപ്പം വറുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ആ സാധനങ്ങൾ മുഴുവൻ ഇടാതെ എല്ലാം വിട്ട് ബാക്കി. സ്വല്പം തരിതരിപ്പുണ്ട്. പിന്നെ എള്ളി ചേർക്കാവേ, വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എള്ളി ചേർക്കാം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം വെയ്റ്റ് ലാസ് ഇഡ്ഡലി പൊടി റെഡി. ഇതാ കണ്ടോ, വെയ്റ്റ് ലാസ് ഇഡ്ഡലി പൊടി. ഇത് ദോശയോടൊപ്പം, ഇഡ്ഡലിയോടൊപ്പം, ചോറോടൊപ്പം കഴിക്കാം കേട്ടോ.